சின்ன கண்ணன் அழைக்கிறார், சின்ன கண்ணன் அழைக்கிறார். ராதையை பூங்கோதையை அவள் மனம் கொண்ட ரகசிய ராகத்தை பாடி சின்ன கண்ணன் அழைக்கிறார், சின்ன கண்ணன் அழைக்கிறார். ராதையை பூங்கோதையை அவள் மனம் கொண்ட ரகசிய ராகத்தை பாடி சின்ன கண்ணன் அழைக்கிறார். கண்கள் சொல்கின்ற கவிதை இளம் வயதில் எத்தனை கோடி. கண்கள் சொல்கின்ற கவிதை இளம் வயதில் எத்தனை கோடி. என்றும் காதலை கொண்டாடும் காவியமே புதுமை மலரும் இனிமை. அந்த மயக்கத்தில் இணைவது உறவுக்கு பெருமை. சின்ன கண்ணன் அழைக்கிறார், சின்ன கண்ணன் அழைக்கிறார். ராதையை பூங்கோதையை அவள் மனம் கொண்ட ரகசிய ராகத்தை பாடி சின்ன கண்ணன் அழைக்கிறார். நெஞ்சில் உள்ளாடும் ராகம் இதுதானா கண்மணி ராதா. நெஞ்சில் உள்ளாடும் ராகம் இதுதானா கண்மணி ராதா. உன் புன்னகை சொல்லாத அதிசயமா அழகே இளமை ரதமே. அந்த மாயனில் லீலையில் மயங்குது உலகம். சின்ன கண்ணன் அழைக்கிறார், சின்ன கண்ணன் அழைக்கிறார். ராதையை பூங்கோதையை அவள் மனம் கொண்ட ரகசிய ராகத்தை பாடி சின்ன கண்ணன் அழைக்கிறார், சின்ன கண்ணன் அழைக்கிறார். അക്ഷയ് എന്തോ എങ്ങനെ തോന്നി? കുഴപ്പമില്ലാതെ പാടിയും തോന്നി. ആണോ? ഓക്കെ, ചോദിക്കാം. ചോദിക്കാം. MG സർ. അക്ഷയക്കുട്ടാ, സാർ, എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഗാനം ആരാ ശരിക്കും പാടിയത്? എം ബാലമുരളി കൃഷ്ണ സാർ. ബാലമുരളി കൃഷ്ണ സാർ. സാറ് തന്നെ ഒരു വേദിയിൽ രാജാ സാറിൻ്റെ ഒരു പ്രോഗ്രാമിന് അവിടെ വന്നു നിന്നുകൊണ്ട് ഈ പാട്ട് അങ്ങോട്ട് പാടിയിട്ടുണ്ടല്ലോ. സത്യം പറഞ്ഞ ഒരു രക്ഷയില്ല. അദ്ദേഹം അന്ന് പാടിയതാണോ അതോ റെക്കോർഡ് കേട്ടിട്ടാണോ പഠിച്ചത്? രണ്ടും കേട്ടായിരുന്നു സാർ. രണ്ടും കേട്ടായിരുന്നു. അപ്പം അതാണ് എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ തോന്നിയത്. ഈ ചിന്നക്കണ്ണൻ അഴിക്കറ എന്ന് പറയുന്ന അതിനകത്ത് എക്സ്റ്റൻഷൻ ഉണ്ടോ അതോ ഇത്രയേ ഉള്ളൂ? കാരണം ഒരു ചെറിയ കൺഫ്യൂഷൻ എനിക്കുണ്ടാക്കി തന്നു, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്. சின்ன கண்ணன் அழைக்கிறார் അത്രേ ഉള്ളോ? അത്രേ ഉണ്ടോ? ഇല്ല സാർ, ഇല്ല, ഷോർട്ടാണ്. ഒന്ന് ആ പല്ലി ഒന്നുകൂടെ പാടാം. சின்ன கண்ணன் அழைக்கிறார், അത്രയുണ്ട്. சின்ன கண்ணன் அழைக்கிறார். ராதையை பூங்கோதையை அவள் மனம் கொண்ட ரகசிய ராகத்தை பாடி சின்ன கண்ணன் அழைக்கிறார், சின்ன கண்ணன் அழைக்கிறார். അതുപോലെ എനിക്ക് ഇതുപോലെ ഒരു സംശയം തോന്നിയത് ഇത്ര മാത്രമേ ഉള്ളൂ. നന്നായിട്ട് പാടി കേട്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. എനിക്കിങ്ങനെ കുറച്ച് സംശയങ്ങളുണ്ട്, അത് അണ്ണാച്ചി ദൂരീകരിച്ചു തരും. എനിക്ക് പാടി ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു സാർ. താങ്ക് യു സർ. ശരത് സർ. അക്ഷയ് സാർ, ഉഗ്ര സെലക്ഷൻ, താങ്ക് യു സാർ. ബ്യൂട്ടിഫുൾ സെലക്ഷൻ. കാരണം ഇത് ഒന്നാമത് ഒരു രാജാ സാറ് ഭ്രാന്തനാണ് ഞാൻ. അതിന്റെ ഉപരി എന്റെ ഗുരുനാഥനും കൂടെ പാടിയതാണ്. മാത്രമല്ല അണ്ണാച്ചി അദ്ദേഹത്തിന്റെ അടുത്ത് പഠിച്ചിട്ട് അദ്ദേഹത്തിന്റെ ശബ്ദം
കിട്ടുകയും ചെയ്തു ഇല്ലേ? ആ ഉണ്ട്. അതെ അതെ അതെ. ആ അണ്ണാച്ചിയുടെ ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ എം ബാലമുരളികൃഷ്ണ സാറിന്റെ ഡിറ്റോൺ. അയ്യോ അതെന്താന്നറിയാം, അത് വേറെ ഒന്നുമല്ല. നമ്മളെ ചെറുപ്പം മുതലേ എന്റെ വീട്ടിലൊക്കെ ഇത് കേൾക്കുന്നത് രാവിലെ മുതൽ ബാലമുരളി സാറിന്റെ പാട്ട്. ഇതൊരു ഈ വരി ഒന്ന് പാടിക്കുന്നു, ഈ ചിന്നക്കണ്ണൻ എന്ന് പാടിക്കും. അത് അദ്ദേഹത്തിന്റെ ഒരു വർണ്ണം പാടിയ പോലെ മതി മതി. അമ്മ ആനന്ദദായിനി അകാര ഉകാര മകാര രൂപിണി അമ്മ ആനന്ദദായിനി അകാര ഉകാര മകാര രൂപിണി വൽമ നിനുനർമി ബാലമുരളി ഗാനം മുചേസി തന്നുടനെ ഇതിനെ നീനെ സഗമ ഗമാപ മപനി സനി പനി പമ പപ മഗ മമ മഗ സനി പനി പമ പപ മഗ മഗ സനി പനി പമ മഗ മഗ അമ്മ ആനന്ദദായിനി അമ്മ അണ്ണാ സവാഷ് 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 സവാഷ്. താങ്ക് യു. എന്താ പാട്ട് പാടിത്തന്നു. ആ താങ്ക് യു അണ്ണാ. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. നന്നായിട്ട് പാടി, നന്നായിട്ട് പാടി. കാര്യം എൻ്റെ ആ ഗുരുനാഥൻ്റെ പാട്ട് പാടിയതിൽ എനിക്ക് കുറേ സന്തോഷം. താങ്ക് യു സർ. അത് ആദ്യം തന്നെ പറയുന്നു. ഇത് ഏത് രാഗം ബേസ് ചെയ്ത് ചെയ്താന്നറിയാമോ? രീതികൗള ആ സർ. സഗരിഗ മനി സാ സഗരിഗ മനി സാ അതങ്ങ് എടുത്ത് രാജാ സാർ ചിന്ന കണ്ണൻ നഴകീറാൻ. ഇനി അത് ആരും കൊണ്ട് കൈവച്ചാലും ആ കളറ് വരും. എന്നിട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല സർ. ആ ഒരു ഇപ്പം നിന്നുക്കോരി എന്നുള്ളത് അത് വർണ്ണത്തിൻ്റെ എടുത്തിട്ട് അതിൽ നിന്നൊരു ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക്, അതിനുശേഷമാണ് നിന്നുക്കോരി വർണ്ണം അത്രയും ഫേമസ് ആയത്. കാരണം അദ്ദേഹത്തിൻ്റെ തല ഒരു വല്ലാത്ത തലയാണ്. അല്ലെങ്കിൽ ആ ആരോഹണം എടുത്തിട്ട് പയറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു ബ്രില്യൻസ് ആണ്. അപ്പം ഇത് പിന്നെ കൺകൾ ഒന്ന് പാടാമോ? கண்கள் சொல்கின்ற கவிதை இளம் வயதில் ഇളം വയതിൽ இளம் வயதில் ഇളം இளம் வயதில் ഇളം വയതിൽ இளம் இளம் வயதில் எத்தனை கோடி கண்கள். അത് വേണ്ട, അടുത്തത് என்றும் காதலை கொண்டாடும். അത് മറ്റേ വെടി പൊട്ടിക്കുന്നതാണ്, പാടരുത്. ഓക്കെ സർ. പാടിക്കോ. என்றும் காதலை கொண்டாடும் காவியமே. എല്ലാം ബെൻഡ്. காவியமே காவியமே புது மே അങ്ങോട്ട് പറയണം, അന്ന് കൊണ്ട് കാണിക്കുകയും ചെയ്യരുത്. കാവ്യമേ പുതുമൈ മലരും ഇനിമൈ புதுமை மலரும் இனி மலரும் இனிமை அந்த மயக்கத்தில் இணைவது உறவுக்கு பெருமை. നൈസ് നൈസ്. Thank you, sir. അതാണ് ക്ലാരിറ്റി വേണം. അത്രേ ഉള്ളൂ കേട്ടോ. അത് നോക്കണം. ഈ രീതികളിൽ വേറെ പാട്ടുകൾ എന്തെങ്കിലും അറിയാമോ? കൃതിയാണോ സർ? അല്ല, കൃതിയല്ല, ഇപ്പൊ സിനിമാ പാട്ടുകൾ. ജീവാംശമായി താനെ പിന്നെ വേറെ തമിഴിൽ തന്നെ ഉണ്ട്. സാറിന്റെ ഒരു പാട്ടില്ലേ, ശരത് സാറിന്റെ ഒരു പാട്ടില്ലേ, കൺകളിരണ്ടാൽ എടുത്തുള്ളൂ. പാറ പറഞ്ഞു തലയെ കുനിയും താമരയെ ഉന്നെ എതിർപ്പാർത്ത് വന്ന പിൻപ് നേത്ത്. ഇതൊരു പാട്ടുണ്ട്. പിന്നെ അഴകാന രാക്ഷസിയേ, അത്
തമിഴ്. പിന്നെ പിന്നെ പ്രണതോസ്മി ഗുരു അത് ആദ്യമേ പറഞ്ഞു സർ. ആണോ? സോറി. പിന്നെ അയ്യോ അയ്യോ അതിന്റെ അത് തൊട്ട് കളിക്കരുത്. പ്രണതോസ്മി ആൾ പിടിച്ചിരിക്കുക. സോറി മഞ്ചേരി. കണ്ടു ഞാൻ മിഴികളിൽ ആലോലമാം നിൻ നൊമ്പരം. ആഹാ. ഓ അത് അങ്ങനെ കുറെ അല്ല ഉണ്ട് ഈ ഒരു സ്കെയിൽ ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം പാടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുന്നിൽ പാടുവതും രാഗമ തേടുവതും രാഗമ ദേവനുമനുരാഗിയാമമ്പലപ്രാവേ. അതുണ്ട്. എത്ര പാട്ടുകളാ. എത്ര പാട്ട്. ഒരുപാട് പാട്ടുകൾ ഇത് ചെയ്ത എല്ലാം ഹിറ്റ് സോങ്സ് ആണ് വന്നിരിക്കുന്ന എല്ലാം. ശരത് സർ, ഞാനും ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ഒരു നിഖിൽ രാജൻ എന്ന് പറഞ്ഞൊരു ബ്യൂട്ടിഫുൾ ഒരു കമ്പോസറാണ്. മിഴിയിലാരാണു മായക്കാഴ്ചകളാലേ നിറമേടു ചാലിച്ചു ചായം പൂശിയ പോലെ ചെവിയിലാമോദഗാനം മൂളിയതാരോ അനുരാഗരാഗങ്ങൾ പാടും പ്രാവുകളാണോ. ഇങ്ങനെ ഒരു പാട്ട്. അത് ഇപ്പം വളരെ റീസെന്റ് ആയിട്ട് പാടിയൊരു പാട്ട്. അപ്പൊ ഈ രാഗം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു എനർജി രാഗമാണ്. ബ്യൂട്ടിഫുൾ സോങ്സ്. അപ്പൊ എന്തൊക്കെയാലും താങ്ക് യു സോ മച്ച്. ഇത് എടുത്തോണ്ട് വന്ന് പാടിയതിന് കുറെ നന്ദി. താങ്ക് യു സർ. ചേച്ചി അക്ഷയ്, ചേച്ചി എന്ത് വേണം? ഒരു പാട്ട് കൊണ്ട് ഒരു പൂക്കാലമാണ് ഇവിടെ തീർത്തത്. അതെ. എത്ര പാട്ടുകൾ കേട്ടു. ശരിക്കും എം ജി സാർ പറഞ്ഞ അതേ പോയിന്റ് ആണ്. ബാലമുരളി സാറിന്റെ ആ ഒരു ശബ്ദം അതേപോലെയാണ് ശരത് സാറിന് കിട്ടിയിരിക്കുന്നത്. അത് എങ്ങനെയെന്നുള്ളത് നമുക്കറിയില്ല. അത് അദ്ദേഹത്തിന്റെ അനുഗ്രഹമായിരിക്കും. അതങ്ങനെ ആ ഒരു ശബ്ദത്തിൽ ചില പാട്ടുകൾ പാടുമ്പോൾ എനിക്ക് അത് തന്നെ തോന്നാറുണ്ട്. ബാലമുരളി സാറിന്റെ ഒരു ഛായ എപ്പോഴും. പിന്നെ മോൻ പാടിയ പാട്ട് നന്നായി പാടി. എനിക്ക് തോന്നിയ ഒരേ ഒരു കാര്യം, കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് ആവാമായിരുന്നു എന്നുള്ളത്. ഇത് ഇങ്ങനത്തെ ഒരു പാട്ടായതുകൊണ്ട് മോൻ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പൂർണ്ണത അതിൽ വന്നില്ല എന്ന് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. പാട്ടൊക്കെ പാടുന്നുണ്ട്, പക്ഷെ ആ കോൺഫിഡൻസ് എന്ന് പറഞ്ഞൊരു സാധനമല്ലേ, അത് വരുമ്പം ഈ പാട്ട് കുറച്ചുകൂടി ഒരു സ്ട്രോങ്ങർ ലെവലിലേക്ക് പോകും. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് പാടിയ ചിന്നക്കണ്ണൻ അഴയ്ക്കിറാൻ അവിടെയൊക്കെ അതങ്ങ് ലൂസായിട്ട് പോയി. അപ്പോൾ മോൻ കുറച്ചുകൂടി അവിടെ ഒരു വോയിസിൻ്റെ ഒരു പ്രസൻസ് കൊടുത്തിരുന്നെങ്കിൽ അതവിടെ നമുക്ക് രജിസ്റ്റർ ആവും. അക്ഷരങ്ങൾ, വാക്കുകളൊക്കെ രജിസ്റ്റർ ആവും. അപ്പോൾ മോൻ അതാണ് എനിക്കിതിൽ കൂടുതലും തോന്നിയത്. ബാക്കി എല്ലാ പോയിന്റ്സും എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. സോ ഒരു കോൺഫിഡൻസ് കൂടിയിരുന്നെങ്കിൽ അക്ഷയ് വേറൊരു ലെവലായനെ. ബട്ട് ഇപ്പോഴത്തേക്ക് സൂപ്പർ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. എം ജി സർ, എത്രയാണ് അക്ഷയുടെ മാർക്ക്? അക്ഷയ് സർ, ഇന്ന് അക്ഷയ്ക്ക് തരുന്ന മാർക്ക് ഇറ്റ്സ് 9.3. ചിന്നക്കണ്ണൻ അഴയ്ക്കിറാ. താങ്ക് യു സർ. കണ്ണൻ അഴയ്ക്കിറാ. ശരത് സർ. ഇന്നാ ചെക്ക. ഓക്കെ, താങ്ക് യു സർ. ചേച്ചി അക്ഷയ്, ഈ പെർഫോമൻസിന് 9 മാർക്സ്. താങ്ക് യു ചേച്ചി. രാഗത്തെ പാടി സോ ടോട്ടൽ 18.3. താങ്ക് യു. സൂപ്പർ. ചിന്നക്കണ്ണൻ അഴയ്ക്കിറാ.